ഹലോ എവ്രി വൺ, നമ്മുടെ DILR ഫൗണ്ടേഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫാമിലി റിലേഷൻസ് എന്ന ടോപ്പിക്കാണ്. റിലേറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഫാമിലീസിലുള്ള റിലേഷൻഷിപ്പ് വെച്ച് നമുക്ക് ഒത്തിരി റെഫറൻസ് വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ബേസിക് ആയിട്ടുള്ള ഫാമിലിയിൽ യൂസ് ചെയ്യുന്ന റിലേഷൻഷിപ്സ് ഏതൊക്കെയാണ്, ഫാമിലി ട്രീസ് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാനായിട്ട് പറ്റുക, പിന്നെ ചെറിയ ലോജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ സെറ്റുകളും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യും. സോ അപ്പോൾ ഇവിടെ നമ്മൾ എക്സാക്ട് കാറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ഫൗണ്ടേഷൻ ബ്ലോക്സ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ലേ ചെയ്യണം, എങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ. സോ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് എന്തുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കണം എന്നതിന്റെ ഒരു റിലവൻസ് കൂടെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. സോ ഇവിടെ ബ്ലഡ് റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ട് നമുക്ക് പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ചില കേസിൽ ഇൻഡിവിജ്വലി നമുക്ക് ചോദ്യങ്ങൾ വരാം. ഇനി ചില കേസിൽ മറ്റുള്ള ചില പസിൽസ് വെച്ചിട്ട്, അതായത് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡിറക്ഷൻ സെൻസിലോ ഒക്കെ കമ്പൈൻ ചെയ്തിട്ടും നമുക്ക് പസിൽസ് വരാം. അപ്പോൾ ഇവിടെ വരുന്ന ഇപ്പോൾ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പസിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഒരു മൾട്ടി വേരിയബിൾ പസിലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഫാമിലിയിൽ ഒരു 6 മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ പേരുകൾ അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ടാകും. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. മേ ബി അവരുടെ പ്രൊഫഷനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കളറോ അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആയിട്ട് 2-3 പാരാമീറ്റേഴ്സും കൂടി വരും. അപ്പൊ അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഇതൊക്കെ നമ്മൾ ടേബിൾ വെച്ചിട്ട് ഫില്ല് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് പസിൽസ് ആണ്. അങ്ങനത്തേലാണ് ഫാമിലി റിലേഷൻഷിപ്പ് കൂടുതൽ വരാറുള്ളത്. പക്ഷേ മറ്റുള്ള പസിൽസിനെ, ഇപ്പൊ ഗെയിം പോലത്തെ പസിൽസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ഫാമിലി റിലേഷനിൽ വരുന്ന പസിൽസ് സോൾവ് ചെയ്യാൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ഈ പസിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ തന്നിരിക്കുന്ന 4 റിലേഷൻഷിപ്പും നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. ഫാദർ എന്താണ്, മദർ എന്താണ് നിങ്ങൾക്കറിയാം. സൺ ഡോട്ടർ, ബ്രദർ സിസ്റ്റർ, ഹസ്ബൻഡ് വൈഫ്, ഈ റിലേഷൻഷിപ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ 4 റിലേഷൻഷിപ്പിൽ വരുന്ന പേരുകൾ മാത്രം പഠിച്ചാൽ പോരാ, അവയൊക്കെ ഏത് ജനറേഷൻസിലാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പൊ നിങ്ങളുടെ ഒരു പസിലിൽ പറയാണ് ഒരു 6 ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ മേ ബി ഇപ്പൊ നമ്മളോട് പറയാണ് എ ഈസ് ദ ഗ്രാൻഡ് സൺ ഓഫ് ബി, ഇങ്ങനെ നമ്മളോട് പറയാന്ന് വിചാരിച്ചോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എ ഏറ്റവും താഴത്തെ ജനറേഷനിലും അതിന്റെ ഇടയ്ക്ക് ഒരു ജനറേഷനും പിന്നെ ബി ഏറ്റവും മുകളിലത്തെ ജനറേഷനുമാണ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു ജനറേഷൻ തമ്മിലുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പസിൽസ് നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇവിടെ സെയിം ലെവലിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയായിരിക്കും? ഒരേ ജനറേഷനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, നിങ്ങളുടെ ജനറേഷനിൽ വരുന്ന ആരൊക്കെയായിരിക്കും? നിങ്ങളുടെ സിബ്ലിങ്സ് അല്ലെ, നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ. ഇനി ബ്രദറോ സിസ്റ്ററോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ വൈഫ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ വൈഫ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഒരേ ലെവലിൽ വരുന്ന ആൾക്കാർ. ഇനി നിങ്ങളുടെ തൊട്ട് മുകളിൽ വരുന്ന ലെവലിൽ വരുന്ന, തൊട്ട് മുകളിലത്തെ ജനറേഷനിൽ വരുന്ന ആരൊക്കെയായിരിക്കും? നിങ്ങളുടെ പാരൻസ് ഉണ്ടാകും. പിന്നെ ആരൊക്കെയായിരിക്കും വരുന്നത്? നിങ്ങളുടെ പാരൻസിന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ച അങ്കിൾസ് ആൻഡ് ആൺസ് ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പാരൻസിന്റെ കസിൻസ് ഉണ്ടെങ്കിൽ ഇവരൊക്കെ നിങ്ങളുടെ തൊട്ട് അബവ് ജനറേഷനിലും നിങ്ങളുടെ തൊട്ട് താഴെ ജനറേഷനിൽ വരുന്നത് നിങ്ങളുടെ ചിൽഡ്രൻ ആയിരിക്കും. പിന്നെ വരുന്നത് നിങ്ങളുടെ സിബ്ലിങ്സിന്റെ, ബ്രദേഴ്സിന്റെയോ സിസ്റ്റേഴ്സിന്റെയോ ഒക്കെ മക്കൾ അല്ലെ, നെഫ്യൂസ്, നീസ് അങ്ങനെയുള്ളവർ ഒക്കെ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ ടേമുകളൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവര് ഓരോ ടേമും ഏതൊക്കെ ജനറേഷനിലാണ് വരുന്നത് എന്നതുകൂടി നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇപ്പൊ ഞാനിവിടെ തന്നിരിക്കുന്ന ഫാദറും മദറും സണ്ണും ഡോട്ടറും ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ അങ്ങനെ അധികം യൂസ് ചെയ്യാത്ത 1-2 ടേമുകൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നെഫ്യൂവും നീസും. അപ്പൊ എന്താണ് ഈ നെഫ്യൂ നീസ് എന്ന് പറഞ്ഞാൽ? അതിനെ നമ്മൾ എക്സ്റ്റെൻഡഡ് റിലേഷൻസ് എന്നാ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി കഴിഞ്ഞ് ഒട്ട് ഇപ്പുറത്തേക്ക് വരുന്ന റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. അതിലൊന്നാണ് അങ്കിൾ ആൻഡ് ആണ്ട്. അങ്കിൾ ആൻഡ് ആണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാദറിന്റെയോ മദറിന്റെയോ ബ്രദർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദറിന്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ച ആള്, അതും അങ്കിള് തന്നെയാണ് അല്ലെ. ആണ്ട് എന്ന് വെച്ചാൽ നേരെ തിരിച്ച്. നെഫ്യൂ ആൻഡ് നീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ സിബ്ലിങ്സ് എന്ന് വെച്ചാൽ എന്താ? സിബ്ലിങ്സിന്റെ
ചിൽഡ്രൻ, അതിനെയാണ് നമ്മൾ ഇവിടെ നെഫ്യൂ ആൻഡ് നീസ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഒരു മെയിൽ ചൈൽഡ് ആണെങ്കിൽ അതിനെ നെഫ്യൂ എന്നും, നെക്സ്റ്റ് ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ അതിനെ നമ്മൾ നീസ് എന്നുമാണ് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നെഫ്യൂവും നീസുമാണ് ഇവിടേക്ക് വരുന്നത്. ഇനി ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ, അത് സിമ്പിൾ ആണ് അല്ലെ. നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അച്ഛന് ഗ്രാൻഡ് ഫാദർ, അച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മേനെ ഗ്രാൻഡ് മദർ. കസിൻ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ തന്നെ ജനറേഷനിൽ വരുന്ന നമ്മുടെ പാരൻസിന്റെ ബ്രദേഴ്സിന്റെയോ സിസ്റ്റേഴ്സിന്റെയോ ഒക്കെ മക്കൾ നമ്മുടെ ജനറേഷനിൽ വരുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കസിൻ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചില കേസസിൽ നമുക്ക് പസിൽസ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് റിലേഷൻഷിപ്പ് അറിയാമെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ മിസ്റ്റേക്സ് ഉണ്ടാക്കും. ഒന്ന്, നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ അറിയാത്തതുപോലെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അടുത്തത്, നമുക്ക് അറിയാത്ത കാര്യത്തിനെ നമ്മൾ അറിയാമെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ഈ രണ്ട് മിസ്റ്റേക്സും ഫാമിലി റിലേഷൻഷിപ്പ് വരുന്ന ക്വസ്റ്റ്യൻസിൽ കോമൺ ആണ്. അപ്പോൾ അതുകൂടി എങ്ങനെയാണ് നമുക്ക് ടാക്കിൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഡീകോഡ് ചെയ്യാനാണ് ആദ്യം പോകുന്നത്. ഒരു എക്സാമ്പിൾ, എ ഈസ് ദി ബ്രദർ ഓഫ് ബി. സിമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം? എ ഇസ് ദി ബ്രദർ. എ ബ്രദർ ആണെന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ബ്രദർ ഇസ് ഓൾവേസ് എ മെയിൽ അല്ലേ. അപ്പോൾ എ ഇവിടെ ഒരു മെയിലാണ്. ഇത് നമുക്ക് നന്നായിട്ട് അറിയാം. എ ബിയുടെ ബ്രദർ ആണെങ്കിൽ എയും ബിയും സെയിം ജനറേഷനിലാണ്. ഇത് നമുക്കറിയാം. പക്ഷെ ഇവിടെ നമുക്ക് അറിയാത്ത കാര്യം എന്താണ്? ബിയുടെ ജെൻഡർ എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ബിയുടെ ജെൻഡർ ഇവിടെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ ഇവിടെ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്, അല്ലെങ്കിൽ ഡേറ്റ ഇൻസഫീഷ്യന്റ് ആണ്. ക്ലിയർ? സോ അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് അതിനെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വേണം. അതിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയും ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വേണം. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി അത് നമ്മൾ ഒന്നും കൂടെ ജസ്റ്റ് നോക്കുകയാണ്. നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്ന ഇൻഫർമേഷനും അത്ര ക്ലിയർ അല്ലാതെ അൺസർട്ടൈൻ ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷനും ജസ്റ്റ് നോക്കുകയാണെങ്കിൽ, എ ഈസ് മദർ ഓഫ് ബി. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എയുടെ ജെൻഡർ എന്താണ്? ഫീമെയിൽ ആയിരിക്കും. എ ബിനെക്കാളും തൊട്ട് മുമ്പുള്ള ജനറേഷനിലാണ്. ബി ഈസ് ഫാദർ ഓഫ് സി. ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബി മെയിലാണ്. പക്ഷെ ഇവിടെ നമുക്ക് ബിയുടെ ജെൻഡർ അറിയോ? ഇല്ല. ഇവിടെ നമുക്ക് സിയുടെ ജെൻഡർ അറിയോ? ഇല്ല. അതേസമയം എ ഇസ് എ സിബ്ലിംഗ് ഓഫ് ബി. അപ്പൊ ഇതിൽ എയുടെ ജെൻഡർ നമുക്ക് ഇല്ല. സിബ്ലിംഗ് എന്ന് വെച്ചാൽ ബോയും ആകാം ഗേളും ആവാം അല്ലെ. കാരണം സിബ്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൂടപ്പിറപ്പെന്നാണ്. അതിൽ ബ്രദറിനും സിസ്റ്ററിനും മീനിങ് ഇല്ല. ഓഫ് ബി, ബിന്റെ ജെൻഡറും നമുക്കറിയില്ല. എ ഇസ് കസിൻ ഓഫ് ബി. കസിൻ ബ്രദറും സിസ്റ്ററും ആകാം. അപ്പോൾ അതും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അറിയാത്ത ടേംസും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് വെച്ചിട്ട് നമ്മൾ അറിയാതെ അസ്യൂം ചെയ്ത് അസംഷൻസ് നടത്തിയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ കസിൻ എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കൊക്കെ ഒരു ഫേവറേറ്റ് കസിൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അടുപ്പമുള്ള ഒരു കസിൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ കസിൻ മെയിൽ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കസിൻ എന്ന് പറഞ്ഞാൽ മെയിൽ ആയിരിക്കും. അതല്ല ഫീമെയിൽ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കസിൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആയിരിക്കും. ക്ലിയർ എല്ലാവർക്കും? അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണ്. സോ ഇവിടെ തൊട്ടാണ് നമ്മുടെ കാറ്റ് ലെവലിലേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതും കാറ്റ് ലെവൽ ക്വസ്റ്റൻ ഒന്നും അല്ല. കാറ്റ് ലെവലിലേക്ക് പോകുന്നതിന്റെ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണിത്. അപ്പോൾ ഇതെന്താ സംഭവം നോക്കിക്കോ. എ ഇസ് ഫാദർ ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ ഫാദർ ആണ്. ബി ഇസ് സിസ്റ്റർ ഓഫ് സി. ബി എന്ന് പറയുന്നത് സിയുടെ സിസ്റ്റർ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? എ ബിയുടെ ഫാദർ ആണ്. അപ്പോൾ എ ഇവിടെ ഒരു ജനറേഷൻ, ബി ഇവിടെ വേറെ ജനറേഷൻ. അപ്പോൾ ഇവിടെ ഫാദറിനെ ഞാൻ ഇവിടെ ഫാദർ എന്ന് എഴുതിയിട്ടുണ്ട്. ബിയുടെ ജെൻഡർ നമുക്ക് അറിയില്ല, പക്ഷെ വേറെ വേറെ ജനറേഷൻ. നൗ ബി ഇസ് ദി സിസ്റ്റർ ഓഫ് സി. ബി സിയുടെ സിസ്റ്റർ ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ബി എന്ന് പറയണതും സി എന്ന് പറയണതും ഒരേ ജനറേഷൻ ആണ്. സിസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ അവര് ഫീമെയിൽ ആണ് അല്ലെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് തരാത്ത കാര്യങ്ങൾ, അതായത് സ്റ്റേറ്റ്മെന്റിൽ പറയാത്ത കാര്യങ്ങൾ നമുക്ക് അസ്യൂം ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ സിയും എയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും കൂടെ നമുക്കിവിടെ കിട്ടും. എന്താണ്? ബി ഇവിടെ സിസ്റ്റർ ആണ് സിയുടെ എങ്കിൽ സിയുടെ അച്ഛനും എ തന്നെയാണ് അല്ലെ. അപ്പോൾ അങ്ങനെയെങ്കിൽ എ ഇസ് ദി എ ഇസ് ദി ഫാദർ ഓഫ് സി ഓൾസോ. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള റിലേഷൻഷിപ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പസിൽസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതുകൂടി ഓർത്തിരിക്കുക.
അപ്പോഴും നമുക്കിവിടെ സിയുടെ ജെൻഡർ എന്താണെന്ന് അറിയില്ല, അത് സ്റ്റിൽ അൺനോൺ ആണ്. പക്ഷേ എ ഇസ് ദി ഫാദർ ഓഫ് സി എന്ന് നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ഫാദർ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല, ഡിഫിക്കൾട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫാമിലി ട്രീയുടെ മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ചില നൊട്ടേഷൻസ് യൂസ് ചെയ്യും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നമ്മൾ പൊതുവേ എല്ലാ റീസണിങ്ങിന്റെ ബുക്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണിത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നൊട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മെയിലിനെ സർക്കിളായിട്ടും നെക്സ്റ്റ് ഫീമെയിൽ വരുമ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ടും ഒക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ അത് ഒരുപാട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിലൊന്നും അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. സോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നെറ്റിൽ നിന്നൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിലിനെ എപ്പോഴും നമ്മൾ പ്ലസ് സൈനും ഫീമെയിലിന് മൈനസ് സൈനും യൂസ് ചെയ്യും. ഇനി താഴേക്ക് ജനറേഷൻസ് പോകുമ്പോൾ വെർട്ടിക്കൽ ആരോയും, സിബ്ലിങ്സ് തമ്മിലുള്ള റിലേഷൻ ഒരേ ജനറേഷനിൽ വരുമ്പോൾ ഹൊറിസോണ്ടൽ ആരോയും യൂസ് ചെയ്യും. ഇനി നമുക്ക് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഡബിൾ ആരോയും യൂസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ അതിന് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. സോ അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യാം, വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു നൊട്ടേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയുടെ ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരാണോ താമസിക്കുന്നത് അവരുടെ എല്ലാം വെച്ചിട്ട് ഒന്ന് ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. ക്ലിയർ? അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. എ ഇസ് ഫാദർ ഓഫ് ബി ആൻഡ് സി. എ ഫാദർ ആണ്. സോ ഇവിടെ ഫീമെയിൽ ആണോ? അല്ല, മെയിൽ ആണ്. ഓഫ് ബി ആൻഡ് സി. അപ്പോൾ ബിയും സിയും ഇവിടെ സിബ്ലിങ്സ് ആണ്. ഇങ്ങനെ നമുക്ക് എടുക്കാം. സി ഇസ് ദി സിസ്റ്റർ ഓഫ് ഡി. സി സിസ്റ്റർ ആണ്, അപ്പോൾ ഫീമെയിൽ ഓഫ് ഡി. അപ്പോൾ വീണ്ടും ഡിയുടെ ജെൻഡർ നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും ജെൻഡർ അറിയാത്തതിന്റെ കൂടി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആദ്യം ഇടുവാണെങ്കിൽ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ജെൻഡർ നമുക്ക് അറിയില്ല എന്ന് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ക്ലിയർ? ഇനി നമുക്ക് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ഓർത്തിരിക്കാനുള്ള ഒരു വാക്കാണ് ഒൺലി എന്ന് പറയുന്നത്. ഒൺലി സൺ ആൻഡ് ഒൺലി ഡോട്ടർ എന്ന് വെച്ചാൽ എന്താ? ഒരേ ഒരു മകനേ ഉള്ളൂ, ഒരേ ഒരു മകളേ ഉള്ളൂ. അതേസമയം ഒൺലി ചൈൽഡ് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരേ ഒരു കുട്ടി എന്ന് വെച്ചാൽ ആണായിട്ടും പെണ്ണായിട്ടും ഒരാളേ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് സംഭവം. ഇറ്റ് ക്യാൻ ബി എ ബോയ് ഓർ എ ഗേൾ. അതിനെയാണ് ഓൺലി ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, എൽഡർ യങ്ങർ ഒക്കെ പോലെയുള്ളത് ജനറേഷൻസ് തമ്മിലുള്ള അല്ലെങ്കിൽ ഏജ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണക്കാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാരീഡ് ടൂയിലും അത്തരത്തിലുള്ള റിലേഷൻഷിപ്സ് വരും. ഇനി മാരേജ് ബേസ്ഡ് ആയിട്ട് വരുന്ന ചില റിലേഷൻഷിപ്സ് ഉണ്ട്. നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന റിലേഷൻഷിപ്സിലൊക്കെ നമ്മൾ ഇൻ ലോ ചേർക്കും, അല്ലേ? ഇപ്പം സണ്ണിന്റെ ഡോട്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ മകന്റെ ഭാര്യ എൻ്റെ ഡോട്ടർ ഇൻ ലോ ആണ്, എൻ്റെ മകളുടെ ഭർത്താവ് സൺ ഇൻ ലോ ആണ്. ഇനി എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്, ഹസ്ബൻഡിന്റെ ബ്രദർ ഇൻ ലോ ആണ്. ഇനി നെക്സ്റ്റ് എൻ്റെ കസിന്റെ ഹസ്ബൻഡും ബ്രദർ ഇൻ ലോ ആയിരിക്കും, അല്ലെങ്കിൽ കസിന്റെ വൈഫും സിസ്റ്റർ ഇൻ ലോ ആയിരിക്കും. പിന്നെ എൻ്റെ ബ്രദറിന്റെ വൈഫും സിസ്റ്റർ ഇൻ ലോ ആണ്, ഹസ്ബൻഡിന്റെ ബ്രദറും സിസ്റ്റർ ഇൻ ലോ ആണ്, അല്ലേ? അപ്പോൾ ഇൻ ലോ അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് തന്നെയാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇതിൽ നമുക്ക് ബേസിക്കലി മനസ്സിലാക്കാനുള്ളൂ. പക്ഷെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരുത്താനുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നാണ്. അതിൽ നമ്പർ 1 മിസ്റ്റേക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അസ്യൂമിങ് ജെൻഡർ ആണ്. ജെൻഡർ നമുക്ക് എപ്പോഴും അസ്യൂം ചെയ്യാൻ പറ്റില്ല. യെസ്, അസ്യൂം ചെയ്യാൻ പറ്റും, പക്ഷേ അത് നമ്മൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഇത് മൂവീസിലൊക്കെ പറയുന്നുണ്ട്, അല്ലേ? എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇപ്പോൾ ഒരാളുടെ പേര് കേട്ടാൽ നമുക്ക് അത് ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ശില്പ എന്നാണ് എൻ്റെ പേര്, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗേൾ. അതേസമയം നിങ്ങൾ കിരൺ എന്ന് പറഞ്ഞ പേര് കേട്ടാൽ അത് ഗേൾ ആണോ ബോയ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ഓർമ്മയില്ലേ, പഞ്ചാബി ഹൗസിൽ ഒരു സീൻ കാണാൻ പറ്റും, അല്ലേ? സോണിയ വരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആക്ച്വലി ഒരു നല്ല ഗേളിനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ഭയങ്കര ഒരു മസിലായിട്ടുള്ള ഒരു ബോയ് ആണ് വരുന്നത്, അല്ലേ? സോ സെയിം വേ ജെൻഡർ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ എപ്പോഴും അസ്യൂം ചെയ്യരുത്. ജനറേഷൻസിനെ നമ്മൾ ഇവിടെ ഇഗ്നോർ ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് നിങ്ങളുടെ ക്വസ്റ്റനിൽ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് അല്ലെ 2 to 3 സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ ഒരു ട്രീ വരച്ചിട്ട് സോൾവ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ, പിന്നെ കസിനും സിബ്ലിങ്ങും. അത് സിബ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഫാമിലിയിലുള്ള കൂടപ്പിറപ്പാണ്. എന്നാൽ കസിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അങ്കിളിന്റെയോ ആന്റിയുടെയോ മക്കളാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. പിന്നെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രാക്ടീസ് ചോദ്യങ്ങൾ സോൾവ് ചെയ്യാം.
ഒന്നാമത്തെ ചോദ്യം, എ ഇസ് ദി ബ്രദർ ഓഫ് ബി, ബി ഇസ് മദർ ഓഫ് സി, ഹൗ ഇസ് എ റിലേറ്റഡ് ടു സി? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാ സോൾവ് ചെയ്യാം? ഡയഗ്രാം വരച്ച് നോക്കാമേ. എ ഇസ് ദി ബ്രദർ ഓഫ് ബി, സോ ഒരേ ജനറേഷൻ ബി. ബി ഇസ് ദി മദർ ഓഫ് സി, സി ഇവിടെ ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയില്ല. എ സിയുടെ ആരാണ് ഇവിടെ? ഇത് അമ്മയാണ് അല്ലെ, ഇത് മദർ ആണ്. ഇനി ഇത് മദറിന്റെ ബ്രദർ ആണ്. മദറിന്റെ ബ്രദറിനെ നമ്മൾ എന്താ വിളിക്കുക? മെറ്റേണൽ അങ്കിൾ അല്ലെങ്കിൽ ജസ്റ്റ് അങ്കിൾ എന്ന് വിളിക്കും. സോ ഓപ്ഷൻ ബിയിലുള്ള അങ്കിൾ ആണ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ ഇസ് ദ സിബ്ലിംഗ് ഓഫ് ബി. അപ്പൊ ഇവിടെ എയുടെ ജെൻഡർ അറിയോ? ഇല്ല, രണ്ടുപേരും ഒരേ ജനറേഷനിലാണ്. ബി ഇസ് ദി ഫാദർ ഓഫ് സി. അപ്പോൾ ഇവിടെ ജെൻഡർ അറിയാം, സി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഫാദർ ആണ്. അപ്പോൾ ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് ഇവിടെ ജെൻഡർ അറിയില്ല? ഇവിടെ സിയുടെ ജെൻഡർ അറിയില്ല, എയുടെ ജെൻഡർ അറിയില്ല. നൗ വാട്ട് ഈസ് എ ടു സി? എ ഇവിടെ സിയുടെ ആരാണ്? ഇത് സിയുടെ ഫാദർ ആണ്, നമുക്കറിയാം. ഇത് ഫാദറിന്റെ ബ്രദർ ആണോ അതോ സിസ്റ്റർ ആണോ എന്നറിയില്ല. ഫാദറിന്റെ ബ്രദർ ആണെങ്കിൽ അങ്കിൾ, സിസ്റ്റർ ആണെങ്കിൽ ആണ്ട്. ഇത് രണ്ടും അറിയാത്തത് കൊണ്ട് ആൻസർ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആയിരിക്കും. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരിക. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നേരത്തെ നമ്മൾ 2 ക്ലൂ ആണ് യൂസ് ചെയ്തത്, ഇവിടെ 3 ക്ലൂ യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, കാറ്റയുടെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. എ ഇസ് മദർ ഓഫ് ബി, ഡയറക്റ്റ് ക്ലൂ തന്നിട്ടുണ്ട്. എ ഇസ് മദർ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആണ് അല്ലെ. എ ഇസ് ദി മദർ ഓഫ് ബി, ബി ഇസ് ദി ബ്രദർ ഓഫ് സി, മെയിൽ ആണ്. സി ഇസ് ദി ഫാദർ ഓഫ് ഡി. അപ്പോൾ ഡിന്റെ ജെൻഡർ നമുക്ക് അറിയില്ല. ഹൗ ഇസ് എ റിലേറ്റഡ് ടു ഡി? സിമ്പിൾ ആണ് അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുക? ഇത് ഡിയുടെ ഫാദർ ആണ്, ഇത് ഫാദറിന്റെ മദർ ആണ്. ഫാദർ പ്ലസ് മദർ. ഫാദറിന്റെ മദറിനെ നമ്മൾ എന്താ വിളിക്കുക? നമ്മളിവിടെ ഗ്രാൻഡ് മദർ എന്നാണ് വിളിക്കുന്നത്. സോ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇതാണ്. ഹൗ ഇസ് എ റിലേറ്റഡ് ടു ഡി എന്ന് ചോദിച്ചാൽ ആൻസർ ഇവിടെ നമുക്ക് ഗ്രാൻഡ് മദർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇതുപോലെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ സോൾവ് ചെയ്ത് എടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി വീണ്ടും അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ 3 ക്ലൂ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ. ഇവിടെ പി ഇസ് ദി ഫാദർ ഓഫ് ക്യൂ, ഡയറക്ട്ലി വരയ്ക്കുന്നു. ക്യൂ ഇസ് ദി സിസ്റ്റർ ഓഫ് ആർ, ആർ ഇസ് ദി ഫാദർ ഓഫ് എസ്. ഹൗ ഇസ് പി റിലേറ്റഡ് ടു എസ്? ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ നേരത്തെ ഗ്രാൻഡ് മദർ ആയിരുന്നുവെങ്കിൽ ഇവിടെ 2 ജനറേഷനിൽ മുകളിലുള്ള ആളാണ് അല്ലെ. അപ്പോൾ ഒന്നെങ്കിൽ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ. മെയിൽ ആയതുകൊണ്ട് ആൻസർ ഇവിടെ നമുക്ക് ഗ്രാൻഡ് ഫാദർ എന്ന് കിട്ടും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇതാണ്. ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നതാണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എ ഇസ് ഫാദർ ഓഫ് ബി. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന്റെ കൂടെ തന്നെ ഇത് പോസ് ചെയ്തിട്ട് ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കുറച്ചും കൂടെ ബെറ്റർ ഒരു എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ, ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ എ ഇസ് ദി ഫാദർ ഓഫ് ബി, സി ഇസ് ദി വൈഫ് ഓഫ് എ. വൈഫ് എന്ന് വെച്ചാൽ ഡബിൾ ആരോ, സി ഫീമെയിൽ, ഡി ഇസ് ദി ബ്രദർ ഓഫ് സി. സോ ഇവിടെ ഡി എന്ന് പറയുന്നത് സിയുടെ ബ്രദർ ആണ്. ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അറിയാത്ത സാധനങ്ങൾ എന്തൊക്കെയാ? ഇവിടെ ബിന്റെ ജെൻഡർ അറിയില്ല. ഹൗ ഇസ് ഡി റിലേറ്റഡ് ടു ബി? ഇതാരാ? ഇത് ബിന്റെ മദർ ആണ്, അമ്മയാണ് അല്ലെ. ഇത് അമ്മയുടെ ബ്രദർ. മദർ പ്ലസ് ബ്രദർ എന്താ? അമ്മയുടെ ബ്രദറിനെ നമ്മൾ അങ്കിൾ എന്ന് വിളിക്കുന്നു. സോ ഓപ്ഷൻ എയിലുള്ള അങ്കിൾ ആണ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. ഇനി ഒരെണ്ണം കൂടെ. എ ഇസ് ദി ഡോട്ടർ ഓഫ് ബി, ബി ഇസ് ദി സൺ ഓഫ് സി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ എ ഇവിടെ ആറിന്റെ ഡോട്ടർ ആണ്. എ ഇസ് ദി ഡോട്ടർ ഓഫ് ബി, ബി ഇസ് ദി സൺ ഓഫ് സി. അപ്പോൾ ബി ഇവിടെ സൺ ഓഫ് സി. സിയുടെ ജെൻഡർ നമുക്ക് ഇവിടെ അറിയാമോ? സിയുടെ ജെൻഡർ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കിക്കേ. ഹൗ ഇസ് എ റിലേറ്റഡ് ടു സി? നേരെ താഴേക്ക് മതി. എ ഇവിടെ ആരാണ്? 2 ജനറേഷൻ താഴെ ഫീമെയിൽ ആണ്. 2 ജനറേഷനിൽ താഴെ വരുന്ന ഫീമെയിൽ ആരാ? 2 ജനറേഷൻ താഴെ ഗ്രാൻഡ് കിഡ്സ് ആണ് അല്ലെ. അപ്പൊ അതിൽ ഫീമെയിൽ ആകുമ്പോൾ ഗ്രാൻഡ് ഡോട്ടർ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അതേസമയം സി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആയതിന്റെ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്കിവിടെ ഓർത്തിരിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഹോംവർക്ക് ചോദ്യമായിട്ട് തരുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എ ഇസ് ദി കസിൻ ഓഫ് ബി, ബി ഇസ് ദി സിസ്റ്റർ ഓഫ് സി. വാട്ട് ഇസ് എ ടു സി? അപ്പോൾ ശ്രദ്ധിച്ച് സോൾവ് ചെയ്യുക. ഇതൊരു ചെറിയ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ സോൾവ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ചോദ്യം സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കോമെന്റ്സിൽ ആഡ് ചെയ്യും. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത്. ചെയ്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ വന്നാൽ തീർച്ചയായിട്ടും കോമൻസിലൂടെ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീണ്ടും മറക്കാതെ നമ്മൾ എഴുതി അറിയിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ്റെ കാര്യം മറന്നു പോകേണ്ട, എല്ലാവരും മസ്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.